ഇത് നിക്കാഹിൻ്റെ തലേന്നത്തെ വീഡിയോ ആണ്. ഷോപ്പിംഗ് വീഡിയോ ഇട്ടതിന് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വ്യൂസായി. സോ താങ്ക് യു സോ മച്ച്. എത്രയൊക്കെ റെഡി ആക്കിയാലും ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് നിർബന്ധമായതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് റെഡി ആയതാണിപ്പോൾ. ആൻഡ് പന്തലൊക്കെ ഇട്ട് വെച്ചിരുന്നു. പിന്നെ അതിൻ്റെ മൈലാഞ്ചിയൊക്കെ ഒന്ന് നോക്കി ഫുള്ള് നല്ല ചോന്നുണ്ട്. ഞാൻ സ്വന്തമായിട്ടിട്ടത്, അതിൻ്റെ പ്രൗഡ്നെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ഉണ്ട് ഓക്ക് മൈലാഞ്ചിയുടെ നമ്മളെ ഫ്രണ്ട് വന്നു ബ്രൈഡിന്. അപ്പോൾ ഓക്ക് ഇങ്ങനെ മൈലാഞ്ചിട്ട് കൊടുക്കുന്ന സീൻസൊക്കെയാണത്. ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചു. നല്ല രസമുണ്ട് ഇനി കാണാൻ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ റൈറ്റ് ഹാൻഡുമേ ഒരു താമരൻ്റെ ഒരു ഡിസൈൻ എൻ്റെ കസിനെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കൈമ മൈലാഞ്ചി ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ സ്നേഹം നിറഞ്ഞ കസിൻ എനിക്ക് ഫുഡൊക്കെ വാരി തരുമായിരുന്നു ഗൈസ്. ഇതാണ് എൻ്റെ മൈലാഞ്ചി. അപ്പോൾ അവിടെ ആദ്യമൊക്കെ ഫുഡ് കൊടുക്കുന്ന സീൻസ് കഴിഞ്ഞ് കുറച്ചൊക്കെ തിന്നും, പിന്നെ കുറച്ചൊക്കെ പുറത്ത് തന്നെ തുപ്പും, പിന്നെയും തിന്നും, കുറച്ച് പിന്നെയും തുപ്പും. നല്ല രസമാണ് കണ്ടിരിക്കാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും സാരി ചുറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും എൻ്റെ കസിൻസും എല്ലാവരും കൂടി സാരിയും, പിന്നെ ഇത് എൻ്റെ വേറെ കസിൻ ഓള് ധാവണി, അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഫുൾ റെഡി ആയത്. അപ്പോൾ ഇതാണ് ഗൈസിൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ മൈലാഞ്ചിയൊക്കെ നല്ല ചോന്നു. ഇത് ഞാൻ സ്വന്തമായിട്ടിട്ട് മറ്റേത് വെച്ച് പരത്തി, അതുകൊണ്ട് ഫുള്ള് കൊളായി. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട സാരി. ഇതിൻ്റെ ബ്രൈഡിൻ്റെ താത്താൻ്റെത് എൻ്റെ കസിൻ്റെ ഗ്രാജുവേഷൻ്റെ സാരിയാണ്. അത് ഞാൻ ഇട്ടു. പിന്നെ കുറച്ച് മാൻഡറ്ററി ക്യൂട്ട്നെസ് ആൻഡ് ഐലൈനറൊക്കെ ഒന്ന് ഇട്ടതല്ലേ വെച്ചിട്ട് കുറച്ച് ക്ലോസപ്പൊക്കെ എടുത്തു. പിന്നെ സാരി ഇങ്ങനെ കാണിക്കണം എന്തിനാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളെല്ലാവരും റെഡി ആയതിൻ്റെ ശേഷമുള്ള ലുക്ക്. ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ സ്നാപ്പോളുകളായതുകൊണ്ട് ഞാനും എൻ്റെ കസിനാണിത്, അസ്ബിയ എ.കെ. സിനു, ആൻഡ് ഇതിൻ്റെ വേറെ കസിൻ സഫ്വാൻ എ.കെ. സാനു. ഞങ്ങൾ കുറച്ച് സ്നാപ്പൊക്കെ എടുത്ത് ജോലൈനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയി. ഇത് എൻ്റെ കസിൻ കുറച്ച് ക്യൂട്ട്നെസ് ഇട്ടാണ്. ഇതും ഒരു സിനു ആണ് ഗൈസ്. ആൻഡ് ഇനി കാണാൻ പോണത് ഇവളും ഒരു സിനുവാണ്. ഭയങ്കര നാണം. ഇത് പിന്നെ റീഹ, നമ്മൾ ഫുട്ബോൾ പ്ലെയർ, ആൻഡ് ഇത് റിനു. അങ്ങനെ ഞങ്ങൾ എത്ര ഫോട്ടോ എടുത്തിട്ടും കൊണ്ട് തീരണില്ല. മണിക്കൂറുകളോളം ഞങ്ങൾ ഫോട്ടോ എടുത്തു. ആൻഡ് ഇതാണ് എൻ്റെ ഫുൾ സാരി ലുക്ക്. ഞാൻ എന്താ കാട്ടേണ്ടി അറിയിട്ട് എന്തൊക്കെയോ സംസാരിക്കണം എൻ്റെ കസിൻസിനോട്. അപ്പോൾ എൻ്റെ സാരി എങ്ങനെ കോപ്രായങ്ങളൊന്നും നോക്കരുത് കേട്ടോ. എൻ്റെ സാരി ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ രസമുണ്ടോ. ഇനി കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. എൻ്റെ ഫോട്ടോസ് എങ്ങനെയുണ്ടെന്ന് നോക്കൂ ഗൈസ്. ഇതാണ് നേരത്തെ പരിചയപ്പെടുത്തിയ സിനു ആൻഡ് റീനു. രണ്ടാളും നല്ല മാച്ചിങ് ലുക്കിലായിരുന്നു. ആൻഡ് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഉണ്ട് പുഡിങ് എൻ്റെ അമ്മയാണ് ഏറ്റെടുത്തത്. അപ്പം അമ്മച്ചി ഫുൾ പുഡിങ്ങൊക്കെ സെറ്റാക്കി ഇങ്ങനെ വെച്ചാണ്. കാണുമ്പോൾ തിന്നണമെന്നൊക്കെ തോന്നും, ബട്ട് പരിപാടിക്കുള്ളതാണ്. പിന്നെ അവിടെ സ്റ്റേജൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്ക്. പിന്നെ ഞാൻ എൻ്റെ മൈലാഞ്ചി വീണ്ടും ഇങ്ങനെ നോക്കിയിട്ടായിരുന്നു. കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനാണ് ഇതിട്ടത്. പിന്നെ എൻ്റെ കസിനെ കൊണ്ട് ഒന്നും കൂടി ഞാൻ ഇട്ട മൈലാഞ്ചി തന്നെ വീണ്ടും ഇടിപ്പിച്ചു ചോക്കാനിട്ട്. അപ്പോൾ ഇതിൽ ഈ വൈറ്റ് ടീഷർട്ടാണ് ഗൈസ് പുതിയാപ്പിള. അത് തലേന്ന് വന്നതാണ്. അപ്പോൾ ഒരു ഫ്രണ്ട്സ് ഫുള്ള് വൈബായി കണ്ട് നമ്മളോടിങ്ങനെ സംസാരിക്കണ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ പറഞ്ഞു കൊടുത്ത്. പിന്നെ ഓള് മാങ്ങ ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തു. പെണ്ണ് കാണലിലെ പുതിയാപ്പിളല്ലേനും. അപ്പോൾ ഇതൊരു പെണ്ണ് കാണലായിട്ട് നമുക്ക് കൂട്ടാം. പിന്നെ പുതിയാപ്പിള ഭയങ്കര നാണക്കാരനാണ്. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായി. ഞാനൊരു ദിവസം ഫുഡ് കഴിച്ചു. ബൈ. അത്രേ ഉള്ളൂ.